ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന, സോഷ്യൽ മീഡിയയിൽ തിരയുന്ന, അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ തിരയുന്ന ഒരു രാഷ്ട്രത്തലവന്റെ പേരാണ് ഇബ്രാഹിം ട്രയോറെ. ആരാണ് ഇബ്രാഹിം ട്രയോറെ? ഇബ്രാഹിം ട്രയോറെ എന്ന് പറയുന്ന പശ്ചിമ ആഫ്രിക്കയിലെ ബുർക്കിന ഫാസോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇടക്കാല പ്രസിഡന്റായിട്ട് 2022 അധികാരമേറ്റ 37 വയസ്സുകാരനായ ഒരു വ്യക്തിയാണ് ഇബ്രാഹിം ട്രയോറെ. ഇബ്രാഹിം ട്രയോറെ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശസ്തമാകുന്നത്? ഇബ്രാഹിം ട്രയോറെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ വേറൊരു രീതിയിലുള്ള ആധുനികമായിട്ടുള്ള രീതിയിലുള്ള കോളനിവൽക്കരണം ഇന്നും നിലനിൽക്കുന്ന രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ആ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബുർക്കിന ഫാസോ. ആ ബുർക്കിന ഫാസോയുടെ രാഷ്ട്രത്തലവനായിട്ടാണ് ഇബ്രാഹിം ട്രയോറെ അധികാരമേറ്റത് 2022. അദ്ദേഹം അധികാരമേറ്റ ഉടനെ അവിടെയുള്ള ഫ്രഞ്ച് സൈനികരെ പുറത്താക്കുകയും ഫ്രഞ്ച് എംബസി അടച്ചുപൂട്ടുകയുമാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള നടത്തിയിട്ടുള്ള പ്രസംഗം, അദ്ദേഹം തൻ്റെ റഷ്യ സന്ദർശന വേളയിൽ നടത്തിയ ഒരു പ്രസംഗം ആഗോള ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തിന് വേണ്ട ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ ആണവോർജത്തിനും ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ട എല്ലാ മൂലകങ്ങളും, യുറേനിയവും പ്ലാറ്റിനവും കോബാൾട്ടും സ്വർണവും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. പക്ഷേ ഏറ്റവും കൂടുതൽ ദരിദ്രം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. എന്തുകൊണ്ടാണ്? അവിടെ സ്വർണം ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ അതിലേർപ്പെടുന്ന തൊഴിലാളികൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന $1 താഴെയാണ്. ഇത് സാമ്രാജ്യത്വത്തിന്റെ ചൂഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ വിട്ടു പോകണം എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങളുടെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആശയങ്ങൾ മാർക്സിസത്തിൻ്റെയാണ്, കമ്മ്യൂണിസത്തിൻ്റെതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് കൂടി ഉണ്ട്, ആഫ്രിക്കയുടെ ആധുനിക ചെഗുവേര എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ ശരിവെക്കുന്ന ഒരു തരത്തിലുള്ള പേരാണ് ആഫ്രിക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ മറ്റുള്ള രാജ്യങ്ങളിൽ തന്നെ ഇബ്രാഹിം ട്രയോറയ്ക്ക് ഇന്ന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ 22-ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി അദ്ദേഹം പടിപടിയായിട്ട് ഉയർന്നുകൊണ്ട് 37-ാമത്തെ വയസ്സിൽ പട്ടാള അട്ടിമറിയിലൂടെയാണ് ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റായി അദ്ദേഹം അധികാരമേറ്റത്. അദ്ദേഹം അധികാരമേറ്റപ്പോൾ തന്നെ അദ്ദേഹം ജനകീയനായിട്ടുള്ള പ്രസിഡന്റായിട്ട് മാറുകയും ചെയ്തു. ആ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തിരയുന്ന, അല്ലെങ്കിൽ ആളുകൾ തിരയുന്ന ഒരു പേരായിട്ട് മാറിയിരിക്കുന്ന ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റായ ഇബ്രാഹിം ട്രയോറയുടെ പേര്